പയ്യന്നൂർ രാമന്തളിയിൽ കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിലെ 4 പേരാണ് മരിച്ചത്. അതിൽ 2 പേർ കുഞ്ഞുങ്ങളാണ്. 6ഉം 2ഉം വയസ്സുള്ള 2 കുഞ്ഞുങ്ങൾ. 6 വയസ്സുള്ള ഹിമയും 2 വയസ്സുള്ള കണ്ണനും, 2 മക്കൾ. അങ്ങനെയാണെങ്കിൽ കുട്ടികളുടെ അമ്മയുടെ ഈ 4 മരണങ്ങൾക്ക് ഉത്തരവാദി കലാധരന്റെ ഭാര്യ ഭർത്തൃപിതാവിന്റെ പേരിൽ പോക്സോ കേസ് കൊടുത്തിരുന്നു. കലാധരന്റെ ഏതെങ്കിലും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിലേക്ക് ഒരു പരാതി ചെന്നാൽ ആ പരാതി ആ നിമിഷം കേരളത്തിൽ FIR. പിന്നെ എവിടെയാണ് സ്ത്രീ പുരുഷ തുല്യത ഉണ്ടാവുന്നത്? അമ്മ മകനെ പീഡിപ്പിച്ചു. കേരളത്തിൽ ഞെട്ടിച്ച പോക്സോ കേസല്ലേ? അമ്മ മകനെ പീഡിപ്പിച്ചു. അവസാനം വിധി വന്നപ്പോ എന്താ? അമ്മ നിരപരാധി അന്വേഷിച്ചു. അത്രയും കാലം ആ സ്ത്രീ അനുഭവിച്ച മാനസിക വ്യഥ. പാസ്റ്ററുടെ പേരിൽ പോലീസ് കേസെടുത്തു. പോക്സോ, പ്രകൃതി വിരുദ്ധ പീഡനം. തൃശ്ശൂരുള്ള 1-2 യൂട്യൂബ് ചാനലുകളിൽ ഇതുമായി ബന്ധപ്പെട്ട്, പക്ഷെ എന്റെ ഭാര്യയ്ക്കും എന്റെ മക്കൾക്കും അറിയാം ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. പക്ഷെ അവർക്ക് എന്നെ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാനൊരു പോക്സോ കേസിലെ പുതിയ സാറേ. നിവിൻ പോളിക്കെതിരെ ഒരു വ്യാജ പരാതി, കേസ് അട്ടപടലം വ്യാജനാണെന്ന് നിവിൻ പോളി തിരിച്ചൊരു പരാതി കൊടുത്തിട്ടുണ്ട്. ആർക്കെതിരെയാണെന്ന് നമുക്ക് പോലും അറിയില്ല. ആ പെൺകുട്ടിയുടെ ഇപ്പോഴും മുഖം